ചെയ്യുന്ന വിജയിക്കുക. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തുകൊണ്ട് എല്ലാവരും എത്തുക. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആ താലമൊക്കെ വാങ്ങിച്ചോളൂ. ആ പൂക്കളൊക്കെ ഇവിടെ കൊണ്ടുവരും. താലങ്ങളൊക്കെ ഇവിടെ കൊണ്ട്. അമ്മേ നാരായണ ഭഗവാന്റെ ഭഗവതിയുടെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങൾ എന്നൊന്നും വന്നീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ലക്ഷ്മി സ്നേഹയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പറയുന്നത് രുക്മിണി ദേവി ജോലിയുമായിട്ടാണ്. അല്ല, അഷ്ടലക്ഷ്മിമാർ. അങ്ങനെയുള്ള അഷ്ടലക്ഷ്മിമാരെ പൂജിക്കുന്നതാകുന്ന അഷ്ടലക്ഷ്മി പൂജ ഇവിടെ നടക്കും. അഷ്ടലക്ഷ്മി പൂജ നടന്നു കഴിയുമ്പോൾ യജ്ഞവേദിയിലെ ആദ്യം ഇവിടെ ആചാര്യന്മാർ വിവാഹ ഭാഗം പാരായണം ചെയ്യും. അങ്ങനെ വിവാഹ ഭാഗം പാരായണം ചെയ്യുമ്പോൾ ആദ്യം ഭഗവാന് മാലചാർത്തും, തുടർന്ന് ഭഗവതിക്ക് സ്വർണ്ണ താലി അണിയുന്നു. മനു ഉരുട്ടാതി ഭഗവത് പാദങ്ങളിലേക്ക്, ലക്ഷ്മി നാരായണ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വർണ്ണ താലി സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഭഗവതിക്ക് അണിഞ്ഞുകൊണ്ടാണ് ഈ വർഷത്തെ വിവാഹം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വിവാഹ ഭാഗമൊക്കെ നടന്ന് മംഗള ദീപാരാധന കഴിയും വരെ എല്ലാ സ്ത്രീജനങ്ങളും വായ്പുരവിടണം. വായ്പുരവിടാൻ അറിയാൻ പാടില്ലാത്ത സ്ത്രീയല്ല എന്നതാണ്. ഇത് ഈ ആചാര്യന്മാർ പറഞ്ഞതല്ല കേട്ടോ. ഈ പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത് മഹാദേവനും പാർവതിയുമാണ്. അപ്പോൾ ഈ മഹാദേവൻ പാർവതിയോട് പുരവയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യങ്ങളും വൈകി കൂടെ പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളൊക്കെ എങ്ങനെ പറയണം, ഗോപ്യമായിട്ടുണ്ട്. അതൊക്കെ അറിയണം എന്നൊക്കെയുള്ളവർ വന്ന് ചോദിച്ചാൽ പറഞ്ഞതല്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കി കൊള്ളുക, നിങ്ങളുടെ ശരീരശാസ്ത്രവുമായി, സ്ത്രീകളുടെ ശരീരശാസ്ത്രവുമായി വളരെയേറെ ബന്ധമുള്ള ഒന്നാണ് എന്ത്, ഈ കുരവ. അതുകൊണ്ട് ആ പണ്ടുകാലങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ പുറത്തുമാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യിപ്പിച്ചിരുന്നു? കുരവ എഴുതിയിച്ചിരുന്നു. ഗർഭിണിയായിരുന്ന വേളകളിൽ കുരവ എഴുതിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതൊന്നും അറിയുവാൻ പാടില്ല. അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തന്നെ കൂട്ടിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഇനി വിവാഹ ഭാഗത്തിലേക്കെല്ലാം കടക്കുക. ഇവിടെ ഇപ്പോൾ ഭഗവാനും ഭഗവതിയുമായിട്ട് വന്ന മക്കളൊക്കെ യഥാസ്ഥാനത്തൊക്കെ വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് ശരിയായിട്ടാണോ? കൃഷ്ണൻ രുക്മിണിയൊക്കെ വന്നിരുന്നു. ശരിയായിട്ടാണോ വന്നിരുന്നത്? ആണോ ചെന്നോ? അല്ല, എന്ത് പറ്റി?
അപ്പുറത്തേക്ക് ഇരിക്കുന്നവനും. ഇപ്പോൾ ഒരു പുരുഷന്റെ ഇടതുവശത്തിരിക്കാൻ ആർക്ക് അവകാശമാണ്? ഭാര്യയ്ക്ക് ഇല്ലേ? അപ്പോൾ ഭാര്യ ആയതിനു ശേഷമാണ് ഇവിടേക്ക് വരേണ്ടുന്നത്, ഇടതു ഭാഗത്ത് വരണം. ഇതിപ്പോൾ ഇപ്പോൾ വലതു ഭാഗത്ത് ഭഗവാൻ ഭഗവതിക്ക് തെറ്റിയിട്ടില്ല. നമ്മൾ കരുതുന്നുണ്ടാ ഞാൻ ശരിയാ, തെറ്റിതാവുക ഭഗവാനും ഭഗവതിയുമാണെന്ന് ധാരണ. അപ്പോൾ നമുക്ക് ഇത്തരത്തില് ഈ വിവാഹ ഉത്സവങ്ങളൊക്കെ, അതായത് ഈ സമുദായത്തിലൊക്കെ നമ്മൾ ഇപ്പോഴുള്ളതാവുന്ന വിവാഹാദി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാട്ടി നൽകുന്നതിന് വേണ്ടിയാണ്. ഒരു ഹിന്ദുവിന്റെ ആചരണങ്ങളിൽ, ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ് വിവാഹ സംസ്കാരം. നമ്മൾ ഓരോരുത്തരും വിവാഹിതരായവരാണ്. പക്ഷെ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്? വരൻ പോയി വധുവിന്റെ വലതു ഭാഗത്തിരുന്നു, വധു പോയി ഇടതു ഭാഗത്തിരുന്നു. അപ്പോൾ അത്തരത്തില് ഈ വിവാഹമൊക്കെ നടത്തി ഇങ്ങനെയുള്ളതാകുന്ന ആചാരഹീനം. ആചാരം പറഞ്ഞതുപോലെ ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രവും അതാകും. നമുക്ക് ഇതൊക്കെ മാറ്റി എഴുതുവാൻ സാധിക്കണം. നാളങ്ങളിൽ നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ വരന്റെ വലതുഭാഗത്തിരുന്നതും വളരെ വ്യക്തമായിട്ട് പ്രമാണസഹിതം പറയുന്നുണ്ട്. ജീവിത ഭർത്തരുവാമാങ്ങി മൃദേ ഭാവികസ വിവാഹേ ശ്രാദ്ധേ യജ്ഞേ പത്നി സദക്ഷിണ സ്ഥിത. അവിടെയാണ് വിവാഹം, അതായത് ജീവിത ഭർത്തരുവാമാങ്ങി, ജീവിതത്തിലാണ് ഭർത്താവിന്റെ വാമഭാഗം. ഈ ഒരു യജ്ഞകർമ്മം നടത്തുമ്പോൾ, ശ്രാദ്ധകർമ്മം നടത്തുമ്പോൾ, ദക്ഷിണാദി കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ എവിടെയാണ്? വരന്റെ ഭർത്താവിന്റെ വലതുഭാഗത്താണ് ആരുടെ സ്ഥാനം? ഭാര്യയുടെ, വധുവിന്റെ സ്ഥാനം എന്ന് പറയുന്നു. ഇനി യജ്ഞവേദിയില് അഷ്ടലക്ഷ്മി പൂജ ആരംഭിക്കുകയാണ്. ഇവിടെ ഓരോ ദേവിമാരെ സ്തുതിക്കുമ്പോൾ അതാത് ദേവിമാരെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളൊക്കെ ആചാര്യന്മാർ ജപിക്കും. എല്ലാവരും വായുപ്രവയോടുകൂടി. അതോടൊപ്പം നമ്മുടെ കൃഷ്ണന്റെ രുക്മിണിയുടെ മാതാപിതാക്കന്മാരിലേക്ക് വന്നത് പുറകിൽ പോയി വിവാഹ ഭാഗം പാരായണം ചെയ്യുമ്പോൾ അല്ലേ ശ്രീ മഹാലക്ഷ്മിയെ നമഃ. ഓം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാധരേ മഹാലക്ഷ്മി നമോസ്തുതേ. ഓം ആദിലക്ഷ്മിയേ നമഃ. ഓം ആദിലക്ഷ്മിയേ നമഃ. സ്വരഗണവന്ദിതസുന്ദരി മാധവി ചന്ദ്രപ്രചോദനി മുനിഗണവന്ദിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുദേ പങ്കജവാസിനി ദേവസുതൂതിത ഫൽഗുണവർഷിണി ശാന്തിയുതേ ജയ ജയ ഹേ മധുസൂദനകാമി ആദിലക്ഷ്മി ജയ പാരയണ. ഓം ധാന്യലക്ഷ്മിയേ നമഃ. സായി കലികൈ വശനാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ശ്രീരഥമംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രമതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിതപാദയുതേ ജയ ജയ ഹേ മധുസൂദനകാമി ആദിലക്ഷ്മി ജയ പാലയമാ. ഓം ധൈര്യലക്ഷ്മിയേ നമഃ. ജയ വരവന്ദിനി വൈഷ്ണവി ഭാഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗണപൂജിത ശീലബലപ്രജ്ഞാനവികാസിനി ശാന്തമതി ഭവഭയകാരിണി പാപവിമോചിനി സാധുജ
जय पालयमा ഓം ഗജലക്ഷ്മിയേ നമഃ. जय जय दुर्गदिनाशिनी कामिनी सर्ववरप्रदशास्त्रमयी गज गज कुलगपदादि प्रमाणुरपरिजन निधरोगमुनि हरिहर ब्रह्मपुरुषिवते विधनामतिमारिणि पादयुते जय जय हे मधुसूदनगामि श्रीगजलक्ष्मी पालयमा ഓം സദാലക്ഷ്മിയേ നമഃ. आई भगवानी मोहिनी चक्रिरागमि वर्तिनी गुणगणवारी विलोकि लक्ष्मी भक्तस्वरायुतगायुते सकलसुरासुरदेवतीश्वरदिलपालयुते जय जय हे मधुसूदनकामि लक्ष्मी पालयमा ഓം വിജയലക്ഷ്മിയേ നമഃ. जय कमला ഓം വിദ്യാലക്ഷ്മിയേ നമഃ. ഓം ധനലക്ഷ്മിയേ നമഃ. जय पालयमा ഓം അഷ്ടലക്ഷ്മിയേ നമഃ. ഓം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേശ്വരപൂജിതേ ശങ്കരചക്രധാരസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഓം നമസ്തേ ഗരുഡാരൂഢേ കോലാസ്വരഭുജേശ്വരി സർവഭാവഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഓം സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖകരീ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഓം സിദ്ധിബുദ്ധിപ്രദേ ദേവി ബുദ്ധിമുക്തിപ്രദായിനി മന്ത്രപൂർണേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഓം ആദ്യന്തരഗരീ ദേവി ആദിശക്തി മഹേശ്വരി യോഗജൈ യോഗസംഭോധേ മഹാലക്ഷ്മി നമോസ്തുതേ. ഓം സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രി മഹാശക്തി മഹോദരേ മഹാഭാവഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഓം പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി നമോസ്തുതേ. ഓം മഹാലക്ഷ്മി നമഃ. ചെന്നതിലേറ്റുകൊണ്ട്
ഓം ലക്ഷ്മീനാരായണായ നമഃ. ഭഗവാനും ഭഗവതിയുമായി ഒന്നുചേർന്ന ഈ മംഗള മുഹൂർത്തത്തിൽ ഭാഗവതാകുവാൻ ഭാഗ്യം സിദ്ധിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും സർവ ഐശ്വര്യാനുഗ്രഹങ്ങൾ വന്നുചേരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഇവിടേക്ക് ഒരു 6 സുമംഗലികൾ എത്തിച്ചേർന്നുകൊള്ളുക. വിവാഹം കഴിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു 6 പേര്. ഒരു 6 പേര്. ഇനി 3, 6, 7 ഇതിൽ ഒരാൾ കൂടെ വന്നോളൂ. 8 ഇനി ഇവിടെ നടക്കുന്നതായിട്ടുള്ള കർമ്മം വളരെയേറെ മഹത്തരമാകുന്ന ഈ വിവാഹ മംഗളഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ആചാര്യന്മാര് ഭഗവാനും ഭഗവതിക്കും മംഗളം നേർന്നുകൊണ്ടുള്ള മംഗളകീർത്തനം ആരംഭിക്കുക. ഈ സമയം ഭാഗ്യം സിദ്ധിച്ചതായ ഈ 8 സുമംഗലികള്, ഈ അഷ്ടലക്ഷ്മിമാര് ലക്ഷ്മീനാരായണ പാദങ്ങളിലേക്ക് ഒരു ആനന്ദ നൃത്തം അവതരിപ്പിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിച്ചൊരു മഹാഭാഗ്യമാണ്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ഈ ലക്ഷ്മിമാര് ഒന്ന് ഒതുങ്ങിയിരുന്നു. ലക്ഷ്മിമാരായി എത്തിയിട്ടുള്ള ശ്രദ്ധിക്കണം. ലക്ഷ്മിമാരായി എത്തിയിട്ടുള്ള മക്കള് ശ്രദ്ധിക്കുക. ഇവിടുന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലക്ഷ്മിമാരായി ഭഗവാനോടും ഭഗവതിയോടും പറയുക, ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. നിങ്ങൾക്ക് ലഭിച്ചൊരു മഹാസൗഭാഗ്യമാണ്, ഇല്ലേ? ഭഗവാനും ഭഗവതിയുമായി ഒന്നിച്ചേർന്ന ഈ വേളയിൽ ഒരു ആനന്ദ നൃത്തം അവതരിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഒരു ഈ ആനന്ദ പ്രകീർത്തനം ആരംഭിക്കുന്നു. എല്ലാവരും കൈയൊക്കെ ഇടിച്ച് ഈ ആനന്ദ നൃത്തത്തിൽ ഭാഗവത്താകേണ്ടതാണ്. പാരിജാതസ്യഗിരമസിംഹാസനോപരി ആസീനം നന്ദോദശ്യാമം നായദാക്ഷരംകൃതം ചന്ദ്രാനനം ചതുർഭാഗം ശ്രീവത്സാംഗിതഭക്ഷസം രുക്മിണീ സത്യഭാമാഭ്യ സഹിതം ശ്രീകൃഷ്ണാശ്രയേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ മംഗളം മംഗളത്തെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും
ഏവർക്കും നേരിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുദിശ, മംഗളം നൽകട്ടെ രണ്ടുപേർക്കും, മംഗളമേവർക്കും നേരിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുദിശ, മംഗളം നൽകട്ടെ രണ്ടുപേർക്കും, മംഗളമേവർക്കും നേരിടട്ടെ. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുദിശ, മംഗളം നൽകട്ടെ രണ്ടുപേർക്കും, മംഗളമേവർക്കും നേരിടട്ടെ. മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുദിശ, മംഗളം നൽകട്ടെ രണ്ടുപേർക്കും, മംഗളമേവർക്കും നേരിടട്ടെ. മംഗളമേവർക്കും നേരിടട്ടെ. മംഗളമേവർക്കും നേരിടട്ടെ. വളരെയേറെ ഔദ്യോഗികമായ അല്ലേ ഒന്നുകൊടുക്കുക. ആ എട്ട് സുമംഗലിയിലേക്ക് ഒന്നുകൊടുക്കുക. ഭഗവാന്റെ നിത്യതയോടുകൂടി ശാമുണ്ടായ ശേഷം പരീക്ഷിപ്പിക്കുക വിശുദ്ധപ്പെട്ടതും കൃഷ്ണരാമാകരേ. കൃഷ്ണരാമാകരേ 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 എത്രയും കല്ലത്രേ പകയോ ഏറ്റവും കോപം ഉൾക്കൊണ്ടുതൽ പുത്രന് പൂജ്യമായൊരു ശബം കൊടുത്തു ൈഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താതരുത്തി ക്രിയ. അപ്പോഴേ ഞാൻ വിളിച്ചെന്നത് ബാലകൻ പുരം മുക്കുമ്പോൾ കൃഷ്ണരാമാകരേ ശക്തിപദ കൃഷ്ണരാമാകരേ 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 ലക്ഷ്മീനാരായണ മഹാബീജനും കൃഷ്ണരാമ